ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ 26-ാം തീയതി ന്യൂസ് 18 ചാനലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ അഭിപ്രായ പ്രകടനം ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ്, അങ്ങേയറ്റം സംസ്കാരശൂന്യമാണ്. അതിനെ സർക്കാർ അതിശക്തമായി അപലപിക്കുന്നു. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനമാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി BJPയുടെ പ്രതിനിധി അവിടെ നടത്തിയത്. ഇത് സംബന്ധിച്ച് പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം, പോലീസിനൊരു പരാതി ലഭിക്കുന്നത് 29-ാം തീയതി ഉച്ചയ്ക്ക് 12:10-നാണ്. അതായത് ഇന്നലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ 12:10-ന് പരാതി ലഭിച്ചു. 1:49-ന് ക്രൈം 946/2025 നമ്പറായി BNS നിയമത്തിലെ 192, 352, 351(2) എന്നീ വകുപ്പുകൾ പ്രകാരം BJPയുടെ പ്രവർത്തകനായ ഒരു പ്രിന്റു മഹാദേവനെ പ്രതി ചേർത്തുകൊണ്ട് അയാളാണ് ഈ പരാമർശം നടത്തിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 27-ന് ബിബിൻ മാമൻ എന്ന ഇമെയിൽ ID-യിൽ നിന്ന് തിരുവല്ല SHOയ്ക്കും പകർപ്പ് പോലീസ് മേധാവിക്കും ലഭിച്ചൊരു പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ തിരുവല്ല പോലീസ് പരാതിക്കാരനെ ബന്ധപ്പെടുകയുണ്ടായി. 27-ന് ഇമെയിലായിട്ട് കിട്ടിയതാണ്. SHOയ്ക്ക് കിട്ടിയതിന്റെ പകർപ്പ് പോലീസ് മേധാവിക്കും ഉണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പരാതിക്കാരനെ ബന്ധപ്പെട്ടു. പക്ഷേ പരാതിക്കാരന്റെ മറുപടി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിൽ പരാതി തന്നതാണ്, തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത. ഇന്ന് പ്രതിപക്ഷം ഈ പ്രശ്നം ഉന്നയിച്ച് ഒരു നാടകമാണ് സഭയിൽ നടത്തിയത്. യഥാർത്ഥത്തിൽ 26-ന് ഈ സംഭവം ഉണ്ടായി. ഇന്നലെ സഭയുണ്ടായിരുന്നു. വിചിത്ര ഗൗരവത്തിൽ പ്രതിപക്ഷം കണ്ടിരുന്നുവെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാതിരുന്നത്? ഇന്നലെ ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ CPIM-ന്റെ അംഗം U പ്രതിഭ ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ഒരു പരാതി പോലും കൊടുക്കാത്തത് എന്ന് സഭയിൽ പറഞ്ഞപ്പോഴാണ് ഉച്ചയ്ക്ക് പരാതി വരുന്നത്. ആ പരാതിയിൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷം സഭയിൽ പെട്ടെന്ന് ഇന്നലെ ഉണ്ടായ ഒരു സംഭവം എന്നതുപോലെ വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊരു പരാമർശം നടത്തിയിട്ട് പോലും പ്രതികരിക്കാൻ 4 ദിവസം അവർക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതില് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു, ആദ്യമായി RSSനെതിരെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ വാ തുറന്നു എന്നത്. പക്ഷെ അതിനു പോലും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഭീഷണികൾ ഉണ്ടായി 4 ദിവസം വേണ്ടി വന്നു. ന്യായമായും തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, വലിയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഇന്നെങ്കിലും ഈ പ്രശ്നമൊന്ന് അവർ ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. AK ആന്റണിയുടെ ഒരു പത്രസമ്മേളനത്തിന്റെ അനുഭവം വളരെ മുമ്പല്ലല്ലോ. ഈ സഭ തുടങ്ങി ആദ്യത്തെ ദിവസം വന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണല്ലോ ശ്രീ AK ആന്റണിയുടെ പത്രസമ്മേളനം ഉണ്ടായത്. എനിക്ക് വേണ്ടി പറയാൻ സഭയിൽ ആരും ഉണ്ടായില്ല എന്ന് ശ്രീ AK ആന്റണി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നെ സ്വയം
പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത്. സമാനമായ പത്രസമ്മേളനം രാഹുൽ ഗാന്ധി നടത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് 4 ദിവസം കഴിഞ്ഞ് ഇപ്പോ പ്രതിപക്ഷം പൊടുന്നനെ ഇന്ന് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കെതിരെ RSS വാക്കുകൊണ്ട് പരാമർശം നടത്തുകയല്ല ചെയ്തിട്ടുള്ളത്. CPIM-ന്റെ 200-ലധികം പ്രവർത്തകരെയാണ് RSS ഉന്മൂലനം ചെയ്തത് കേരളത്തിൽ. അന്നൊന്നും ഒരു വാക്കുകൊണ്ട് പോലും RSS-നെതിരെ പറയാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. എന്തിനധികം പറയുന്നു, RSS ശാഖയ്ക്ക് കാവൽ നിന്നവനാണ് ഞാനെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവില്ലേ കേരളത്തില്. വേണ്ടി വന്നാൽ ഞാൻ BJP-യിൽ പോകും എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചിട്ടുണ്ട്, പഴയകാലത്തല്ല. അപ്പോ ഇപ്പോഴാണെങ്കിലും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടാണെങ്കിലും 4 ദിവസം വൈകിട്ടാണെങ്കിലും RSS-നെതിരെ ഒരു വാക്ക് കോൺഗ്രസ് ഉച്ചരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അതിനെ സ്വാഗതം ചെയ്യുന്നു. RSS-ന്റെ നേരത്തെ എടുത്ത സമീപനം എന്താണ്? സർക്കാരിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പണ്ട് കോൺഗ്രസ് സർക്കാരുകൾ RSS-നോട് എടുത്ത സമീപനമായിരിക്കില്ല ഉണ്ടാവുക. MG കോളേജിൽ അക്രമം കാണിച്ച ക്രിമിനൽ കേസ് പിൻവലിച്ച് RSS-ന് സൗജന്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. ആ സമീപനം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. കേസ് ഉടനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് പ്രവീൺ തൊഗാഡിയെ കേസിൽ നിന്ന് മോചിപ്പിച്ചതും LDF സർക്കാരല്ല, UDF സർക്കാരായിരുന്നു. RSS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഗണഗീതം ആലപിക്കുക എന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഗണഗീതം ആലപിച്ചിട്ടില്ല, ആലപിക്കുകയുമില്ല. പക്ഷേ ഈണത്തിലും താളത്തിലും ഗണഗീതം ആലപിക്കുന്ന ഒരു ദൃശ്യം, ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഗണഗീതം ആലപിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. കേരളത്തിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ് കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ചെറിയ ആളല്ല. അദ്ദേഹം ഗണഗീതം പാടിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. KPCC-യുടെ അധ്യക്ഷനാണ്, അവിടുത്തെ കർണാടക PCC-യുടെ അധ്യക്ഷനാണ്, ഉപമുഖ്യമന്ത്രിയുമാണ്. കർണാടകത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസ് നയിക്കുന്ന കർണാടക ഗവൺമെന്റിലെ ആഭ്യന്തരമന്ത്രി, മുൻ PCC പ്രസിഡന്റ് G പരമേശ്വര ഈ മാസം ആദ്യമാണ്, അതായത് നമ്മുടെ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഈ സമയത്താണ് RSS-ന്റെ വിദ്യാർത്ഥി വിഭാഗമായ ABVP-യുടെ രഥയാത്ര ഉദ്ഘാടനം ചെയ്തത്. രഥയാത്ര എന്നത് തന്നെ RSS-ഉം സംഘപരിവാരവും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിൽ കണ്ടുപിടിച്ചൊരു ഉപാധിയാണ്. ABVP-യുടെ രഥയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കർണാടകയിലെ ആഭ്യന്തരമന്ത്രി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി കോൺഗ്രസ് നേതാക്കൾ കർണാടകയിൽ ഇതിലെല്ലാം പ്രതിഷേധിച്ച് പാർട്ടി വിടുകയുണ്ടായി. ഇതാ ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ്. Over 200 Muslim Congress leaders resign in protest of Dakshina Kannada murder. Over 200 Muslim Congress leaders resign en masse, accusing the Karnataka government of mishandling the investigation into the murder of Abdul Rahim alias Imtiaz Bandwal, Dakshina Kannada district. ഒരു മുസ്ലിം യുവാവിനെ കൊന്ന കേസിൽ RSS-കാരായ പ്രതികളെ സഹായിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ആ കേസ് പ്രതികൾക്ക് സഹായകരമായ നിലയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 200 കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടതിന്റെ വാർത്തയാണ്. കർണാടകയിലെ ഗവൺമെന്റ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് പോലെ ആവില്ല കേരളത്തിലെ LDF സർക്കാർ കൈകാര്യം ചെയ്യുക. ആ വിട്ടവരിൽ ആരെല്ലാം ഉണ്ടെന്നറിയണം. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി MS മുഹമ്മദ്
ദക്ഷിണ കന്നഡ KPCC ജനറൽ സെക്രട്ടറി, അവിടുത്തെ ദക്ഷിണ കന്നഡ മൈനോറിറ്റി വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്. ഇങ്ങനെ അനേകം പേരുണ്ട്. പ്രമുഖ നേതാക്കളടക്കം 200 പേരാണ് കോൺഗ്രസ് പാർട്ടി വിട്ടത്. ഹിന്ദു റിപ്പോർട്ട് ചെയ്തതാണ്. Congress Muslim leaders announced resignation from party positions following demand by party workers. നേതാക്കൾ പാർട്ടി പദവികൾ രാജിവെച്ചത് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടാണ്. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടല്ല കേരളത്തിലെ LDF സർക്കാരിൻ്റെത്. അതുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലല്ല പ്രതിഷേധിക്കേണ്ടത്, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ശിവകുമാറിനും പരമേശ്വരയ്ക്കും അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ടാണ് പ്രതിഷേധിക്കേണ്ടത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കെതിരെയല്ല, കർണാടകയിലെ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ഗുജറാത്തിൽ കോൺഗ്രസിന് ഒരൊറ്റ MP ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് പേര് അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഒരാളാവുമ്പോൾ പേരറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ജനിബൻ താക്കൂർ എന്നാണ് കോൺഗ്രസ് MP-യുടെ പേര്. പശുവിനെ ഗുജറാത്തിന്റെ രാജ്യമാതാവായിട്ട് പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത് ഗുജറാത്തിലെ ഏക കോൺഗ്രസ് MP-യാണ്. എന്താ വ്യത്യാസം RSSും കോൺഗ്രസും തമ്മിൽ? രാജ്യവ്യാപകമായിട്ട് ഇതാണ് സമീപനം. കർണാടകയിലെ ശിവകുമാർ ഗണഗീതം പാടുന്നു, ഗുജറാത്തിലെ കോൺഗ്രസ് MP പശുവിനെ രാജ്യമാതാവായി, ഗുജറാത്തിന്റെ രാജ്യമാതാവായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഗോൾവാക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് ഗോൾവാക്കർ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് അത് ഉദ്ഘാടനം ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. പിന്നെ കോലീബി സഖ്യം മുതലുള്ള അനേകം അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ചരിത്രത്തിൽ എല്ലാ കാലത്തും RSSുമായും BJPയുമായും ഒളിഞ്ഞു മാത്രമല്ല തെളിഞ്ഞു തന്നെ സഖ്യമുണ്ടാക്കിയവരും അവരുമായി ചേർന്ന് ഞങ്ങളെ എതിർത്തിട്ടുള്ളവരുമാണ് കോൺഗ്രസ്. എന്നിട്ട് ഇപ്പോ ഒരു ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ ഗവൺമെന്റിനെ ആക്രമിക്കുന്നത്, വിമർശിക്കുന്നത് പരിഹാസ്യമാണ്, ഒരു രാഷ്ട്രീയ അസംബന്ധ നാടകമാണ് ഇന്ന് നിയമസഭയിൽ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, സ്പീക്കറുടെ തീരുമാനമാണ്. സ്പീക്കറാണ് ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് പറഞ്ഞത്. അതിന് ഇടയാക്കിയത് എന്താ? അടിയന്തര പ്രാധാന്യമില്ല എന്ന് നിഗമനത്തിൽ സ്പീക്കർക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയ കാര്യം 26-നുണ്ടായൊരു സംഭവത്തിൽ ഇന്നലെ സഭ ചേർന്നിട്ടും അടിയന്തര പ്രമേയം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടിയന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ആദ്യമല്ലേ അത് ഉന്നയിക്കുക. ഇന്നലെ അവസരം ഉണ്ടായിട്ടത് ഉപയോഗപ്പെടുത്തിയില്ല. ഇന്നലെ സഭയിൽ ബില്ലിന്റെ ചർച്ചയിൽ CPIM-ന്റെ അംഗം U പ്രതിഭ നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴല്ലേ പരാതി ഉണ്ടാവുന്നത്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് പറയുന്നത് കേട്ടു, ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ മെൻഷൻ ചെയ്തു അല്ലേ, ഇവിടെ പറഞ്ഞില്ലേ നിങ്ങളോട്? അപ്പൊ അത്രയും ഗൗരവേ ഒരു കൊടുത്തിട്ടുള്ളതല്ലേ ഇതിനർത്ഥം? ഒരു പ്രസംഗമധ്യേ പരാമർശിച്ചു പോയി. എങ്ങനെയാണ് ഇന്നത്തേക്ക് ബോധോദയം ഉണ്ടായത്? ഇന്നത്തേക്ക് പെട്ടെന്ന് ധാർമ്മിക രോഷം തിളച്ചുയർന്നത് എങ്ങനെയാണ്? അതാണ് സ്പീക്കർ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പ്രതിപക്ഷം നേരെ തിരിച്ചു പറയും. ഞാൻ പറഞ്ഞ ഈ വസ്തുതകൾ ഏതെങ്കിലും പ്രതിപക്ഷം നിഷേധിക്കുന്നുണ്ടോ? ഇത് സംഭവം ഉണ്ടായത് 26-നാന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിനും എനിക്കും നിങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. 29-ന് സഭയുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇന്നലെ അടിയന്തര പ്രമേയമോ സബ്മിഷൻ പോലുമോ കൊണ്ടുവന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ.
അതിന്റെ വിശദാംശങ്ങൾ അറിയട്ടെ. ഞാനിപ്പോ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. കോൺഗ്രസിൽ ഇപ്പോൾ ആത്മഹത്യ തുടർക്കഥയായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് ആത്മഹത്യ ചെയ്തത്? ഇപ്പോ എറണാകുളത്തു നിന്ന് വരുന്ന ഈ വാർത്തയും ഞെട്ടിപ്പിക്കുന്നതാണ്. ബാക്കി അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ കാണുന്നത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആവനാഴി ആയുധങ്ങൾ ഒഴിഞ്ഞ് കാലിയായിരിക്കുന്നു എന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നത്. ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിരോധത്തിലായ പ്രതിപക്ഷത്തെയും ഒഫൻസീവിൽ നിൽക്കുന്ന ഭരണപക്ഷത്തെയുമാണ് കാണുന്നത്. അതിന്റെ കാരണം പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വം കൂടിയാണ്. ഒന്ന്, ചെയറാണ് തീരുമാനമെടുത്തത്. ചെയർ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇത് 26-ന് നടന്ന സംഭവമാണെന്നും ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് പറയാൻ ഇടയാക്കിയത് ഇന്നലെ അവസരമുണ്ടായിട്ടും പ്രതിപക്ഷം അത് ഉന്നയിച്ചിട്ടില്ല എന്നതുകൊണ്ട് അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചില്ല. പകരം ഇന്നലെ പരാമർശിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു. അപ്പൊ അത്രയും പ്രാധാന്യം മാത്രം അവർ കൊടുത്ത കാര്യം ഇന്ന് എങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയർ അനുവദിക്കുക? അല്ല, സാധാരണ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്കെല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയല്ലേ ചെയറും പറഞ്ഞത്. അതെ, ഇന്നലെ പക്ഷെ ഉന്നയിച്ചിട്ടില്ലല്ലോ അത്. ഞങ്ങളുടെ നിലപാടാണത് കാണിക്കുന്നത്. RSSനോട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പും ഒരു കാലത്തും ഞങ്ങൾക്കല്ലോ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമല്ലേ RSSനോട് നടത്തുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് ഞങ്ങൾ പിന്തുണയ്ക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അപലപിച്ചതിനെ. കേട്ടില്ല. ഇപ്പൊ സർക്കാരിൻ്റെതായ കുറ്റം. കോൺഗ്രസുകാർക്ക് 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെ പരാതി കൊടുക്കണമെന്ന് പോലും തോന്നാത്തൊരു കാര്യത്തിൽ അവർ പരാതി കൊടുത്തു. 1 മണിക്കൂറിനകം കേസെടുത്തു. അത് എന്നോടല്ല ചോദിക്കേണ്ടത്. അദ്ദേഹം ഏത് പാർട്ടിയിലാണോ അവരോടാണ് ചോദിക്കേണ്ടത്. അധ്യായം അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരാണ്. ആ പുസ്തകം അവർ തന്നെ കൈകാര്യം ചെയ്യട്ടെ. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ശ്രദ്ധിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ആ അധ്യായം തുറക്കുകയോ അറക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരുടെ ജോലി. തുരുത്തി ഫ്ലാറ്റ് കോർപ്പറേഷന്റെയും സ്മാർട്ട് സിറ്റി മിഷന്റെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ലൈഫ് മിഷൻ ഫണ്ടും അതിലുപയോഗിച്ചിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി മിഷൻ ഫണ്ടിൽ തന്നെ പകുതി സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. അപ്പോ മാത്രമല്ല, ഈ ഭരണസമിതി LDF ഭരണസമിതി കൊച്ചിൻ കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നിട്ടാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണം നടത്തിയത്. അതെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇതിപ്പോ ഒരൊറ്റ ഫ്ളാറ്റ് മാത്രമല്ലല്ലോ കേരളത്തിൽ വന്നത്. 4,64,000-ത്തിലധികം വീടുകൾ പൂർത്തിയാക്കി. അനേകം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കേരളത്തിൽ ഈ കാലയളവിൽ പൂർത്തിയാക്കി. 1,33,000 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംസ്ഥാന സർക്കാർ വീടില്ലാത്തവർക്ക് വീടൊരുക്കാൻ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ലൈഫ് മിഷൻ എന്ന സമാനതകളില്ലാത്ത പദ്ധതിയുടെ നേട്ടമാണ്.